ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. പെട്രോളിൻ്റെ ലീക്ക്, പെട്രോൾ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ ലീക്കും അതേപോലെ തന്നെ സീറ്റ് ലോക്കായി പോയേക്കായിരുന്നു. അഴിക്കാൻ കിട്ടുന്നുണ്ടായി, അതാണ് കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ലീക്ക് കാണിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് പമ്പിലേക്ക് വരുന്നത് ഈ ഒരു പൈപ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതാണ് നമുക്ക് നിലവിൽ അതും ഉണ്ടായ പൈപ്പ്, റബ്ബർ ടൈപ്പ് പൈപ്പായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഓവലായി പോയേക്കുന്നതുകൊണ്ട് ആ സൈഡിൽ കൂടെ പെട്രോൾ ലീക്കായതാണ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഹാർഡായിട്ടുള്ള ടൈപ്പ്, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ലീക്കിൻ്റെ പ്രോബ്ലം അതായിരുന്നു, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സീറ്റ് ലോക്ക് ആയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേബിൾ അതിൻ്റെ ഉള്ളിൽ ലോക്കായി പോയതാണ് കംപ്ലയിൻറ്റ് കാണിക്കാത്ത കാരണം. അത് റെഡി ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് ടാങ്ക് ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം നമുക്കത് മാറ്റണം. അപ്പോൾ അത് മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ട് വേണം ആയിരുന്നു അത് മാറ്റണമെങ്കിൽ. കാരണം വെച്ചാൽ ഏറ്റവും അടിഭാഗത്തു നിന്നാണ് അതിൻ്റെ പൈപ്പ് വന്നതാണ്. ഇത് ഈ ഭാഗം ഏറ്റവും അടിഭാഗത്തു നിന്നാണ് അതിൻ്റെ പൈപ്പ് തന്നെ. അപ്പോൾ അത് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റിങ്ങിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നിലവിൽ വേറെ വർക്കൊന്നും ഉണ്ടായില്ല, ജനറലായിട്ട് സർവീസോ കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ വാട്സപ്പിലേക്ക് ഇടുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ.